എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ. 40 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം വരുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സെക്ഷനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത്. ടൈപ്പ് റൈറ്റിങ്ങിന് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ഈ 2 സെക്ഷനും കൂടിയിട്ട് 50 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനിൻ്റെ കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, അതുപോലെ തന്നെ എക്സാമിന് കൂടുതൽ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ചെറിയൊരു പോർഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 18ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിവ്യൂ ടാബാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യൂസ് ടാബാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ വരുമ്പം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വ്യൂസ് ടാബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. This tab allows you to change the view in any way, including displaying a ruler and grid lines, zooming in and out, splitting a window and so on. അതായത് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വ്യൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാബ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ഓപ്ഷൻസ് ഡിസ്പ്ലേയിങ് റൂളർ, ഗ്രിഡ് ലൈൻസ്, പിന്നെ സൂമിങ് ഇൻ ആൻഡ് ഔട്ട്, സ്പ്ലിറ്റിംഗ് എ വിൻഡോ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് വരുന്നത്. വ്യൂസ് ടാബിലെ ഗ്രൂപ്പ്സ് ആണ് ഡോക്യുമെൻറ്റ് വ്യൂസ്, ഷോ ഓർ ഹൈഡ്, സൂം, വിൻഡോ, മാക്രോസ്. 5 ഗ്രൂപ്പാണ് വ്യൂസ് ടാബിലുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഡോക്യുമെൻറ്റ് വ്യൂസ്, സെക്കൻഡ് ഗ്രൂപ്പ് ഷോ ഓർ ഹൈഡ്, തേർഡ് ഗ്രൂപ്പ് സൂം, ഫോർത്ത് ഗ്രൂപ്പ് വിൻഡോ, ഫിഫ്ത്ത് ഗ്രൂപ്പ് മാക്രോസ് ആണ്. ആദ്യത്തെ ഗ്രൂപ്പ് ഡോക്യുമെൻറ്റ് വ്യൂസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ മെയിനായിട്ടും വരുന്നത് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വ്യൂവിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ആണ് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ, ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ, വെബ് ലേഔട്ട് വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, ഡ്രാഫ്റ്റ് വ്യൂ. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നോക്കാം, വിശദമായിട്ട് നോക്കാം. അതായത് ഇതിന് ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റിലെ പല സാധനങ്ങളും വ്യൂ ചെയ്യാനും ഹൈഡ് ചെയ്യാനും പറ്റുന്ന ഓരോരോ വ്യൂസാണ് ഇത്. ഫസ്റ്റത്തത് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ ആണ്. ദിസ് വ്യൂ displays a document on the screen the way it will look when printed. You can see elements such as margins, page breaks, headers and footers and watermarks. അപ്പോൾ ഈ പ്രിൻറ്റ് ലേഔട്ട് വ്യൂവിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെയാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് വ്യൂവിൽ വരുമ്പോൾ, പ്രിൻറ്റ് ലേഔട്ട് വ്യൂവിൽ വരുമ്പോൾ നമുക്ക് മാർജിൻസും പേജ് ബ്രേക്സും ഹെഡേഴ്സും ഫൂട്ടേഴ്സും വാട്ടർ മാർക്സും എല്ലാം കാണാൻ വേണ്ടിയിട്ട് കഴിയും. പ്രിൻറ്റ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് മാർജിൻസ്, പേജ് ബ്രേക്സ്, ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ്, വാട്ടർ മാർക്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത വ്യൂ ആണ് ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ. ദിസ് വ്യൂ ഡിസ്പ്ലേസ് ആസ് മച്ച് ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ് വിൽ ഫിറ്റ് ഓൺ ദ സ്ക്രീൻ അറ്റ് എ സൈസ് ദാറ്റ് ഈസ് കംഫർട്ടബിൾ ഫോർ റീഡിങ്. അപ്പോൾ ഈ ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് വായിക്കാൻ പറ്റുന്ന സ്ക്രീനിൻ്റെ സൈസിൽ ഫുൾ ഫിറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിക്കാണ് ഈ ഒരു ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ വരുന്നത്. ഇൻ ദിസ് വ്യൂ ദ റിബൺ ഈസ് റീപ്ലേസ്ഡ് ബൈ one toolbar at the top of the screen with buttons that you can use to save
and print document, access references and other tools, highlight text and make comments. You can also move from page to page and adjust the view. അപ്പോൾ ഈ ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂവിൽ വരുമ്പോൾ റിബണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതിന് പകരം ഒരു ടൂൾ ബാറാണ്, ടോപ്പിൽ ഒരു ടൂൾ ബാറായിട്ടാണ് ആ ഒരു റിബൺ ഡിസ്പ്ലേ ആവുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട ടൂൾസൊക്കെ അവൈലബിൾ ആയിരിക്കും, ബട്ടൺസൊക്കെ അവൈലബിൾ ആയിരിക്കും. അതായത് സേവ്, പ്രിൻറ്റ്, ആക്സസ് റെഫറൻസസ്, അതർ ടൂൾസ്, ഹൈലൈറ്റ് ടെക്സ്റ്റ്, കമൻസ് ഒക്കെ അങ്ങനത്തെ ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ. ദിസ് വ്യൂ ഡിസ്പ്ലേസ് എ ഡോക്യുമെൻറ്റ് ഓൺ ദ സ്ക്രീൻ ദ വേ ഇറ്റ് ലുക്ക് വെൻ വ്യൂഡ് ഇൻ എ വെബ് ബ്രൗസർ. അതായത് ഒരു വെബ് ബ്രൗസറിൽ നമുക്ക് എങ്ങനെയാണോ ഡോക്യുമെൻ്റ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതുപോലെ ആയിരിക്കും ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ആവുന്നത്. വെബ് ലേഔട്ട് വ്യൂവിൽ വെബ് ബ്രൗസറിൽ എങ്ങനെയാണോ ഡോക്യുമെൻ്റ് വരുന്നത് അതുപോലെ ആയിരിക്കും വരുന്നത്. യു ക്യാൻ സീ ബാക്ക്ഗ്രൗണ്ട്സ്, ഓട്ടോ ഷേപ്സ് ആൻഡ് അതർ എഫക്ട്സ്. യു ക്യാൻ ഓൾസോ സീ ഹൗ റാപ്സ് ടു ഫിറ്റ് ദ വിൻഡോ ആൻഡ് ഹൗ ഗ്രാഫിക്സ് ആർ പൊസിഷൻഡ്. അപ്പോൾ ഈ വെബ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ വേണ്ടിയിട്ട് കഴിയും, എഫക്ട്സ് കാണാൻ വേണ്ടിയിട്ട് കഴിയും, അതുപോലെയുള്ള ഫീച്ചേഴ്സാണ് പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് പൊസിഷൻഡ് ചെയ്തിട്ടും കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. ദിസ് വ്യൂ ഡിസ്പ്ലേസ് ദ സ്ട്രക്ചർ ഓഫ് എ ഡോക്യുമെൻറ്റ് ആസ് നെസ്റ്റഡ് ലെവൽസ് ഓഫ് ഹെഡിങ്സ് ആൻഡ് ബോഡി ടെക്സ്റ്റ് ആൻഡ് പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ വ്യൂയിങ് ആൻഡ് ചേഞ്ചിങ് ഇറ്റ്സ് ഹയറാർക്കി. അപ്പോൾ ഈ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഔട്ട്ലൈൻ ആയിട്ടാണ്, ഒരു ഡോക്യുമെൻ്റ് സ്ട്രക്ചറാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതായത് ഹെഡിങ്സും ബോഡി ടെക്സ്റ്റും നെസ്റ്റഡ് ലെവൽസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് ഈ ഒരു ഹയറാർക്കി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസും അവൈലബിൾ ആയിരിക്കും. അതായത് ആ ഒരു ഹയറാർക്കി കാണാനും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആയിരിക്കും. ലാസ്റ്റ് വ്യൂ ആണ് ഡ്രാഫ്റ്റ് വ്യൂ. ദിസ് വ്യൂ ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഓഫ് എ ഡോക്യുമെന്റ് വിത്ത് എ സിംപ്ലിഫൈഡ് ലേഔട്ട് സോ ദാറ്റ് യു ക്യാൻ ടൈപ്പ് ആൻഡ് എഡിറ്റ് ക്വിക്ക്ലി. യു കനോട്ട് സീ ലേഔട്ട് എലമെന്റ്സ് സച്ച് ആസ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് വ്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു രീതിക്കായിരിക്കും ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹെഡേഴ്സും ഫൂട്ടേഴ്സും കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അടുത്ത ഗ്രൂപ്പാണ് ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പ്. ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പിൽ വരുന്ന ഓപ്ഷൻസ് ആണ് റൂളർ, ഗ്രിഡ് ലൈൻസ്, മെസ്സേജ് ബാർ, ഡോക്യുമെൻറ്റ് മാപ്പ്, തംബ്നെയിൽസ്. അപ്പോൾ ഈ ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പിലുള്ള ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഡിസ്പ്ലേ റൂളേഴ്സ് ആൻഡ് ഗ്രിഡ് ലൈൻസ് ടു ഹെൽപ്പ് യു പൊസിഷൻ ആൻഡ് അലൈൻ എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ റൂളർ എപ്പോഴും ഡിസ്പ്ലേ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ വ്യൂ ടാബിൽ വന്നിട്ട് ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പിൽ റൂളർ എന്നുള്ള ആ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂളർ അവിടെ ഷോ ആവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസും നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ റൂളർ ആൻഡ് ഗ്രിഡ് ലൈൻസ് ടു ഹെൽപ്പ് യു പൊസിഷൻ ആൻഡ് അലൈൻ എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഗ്രിഡ് ലൈൻസും അതുപോലെ തന്നെ റൂളറും നമ്മളവിടെ ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ഇതും എലമെൻറ്റ്സ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എലമെൻറ്റ്സിനെ അലൈൻ ചെയ്യാനും പൊസിഷൻ ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ വരകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ റൂളറും അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അടുത്തത് ഡോക്യുമെൻറ്റ് മാപ്പ്. എ പെയിൻ ഓപ്പൺസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ ഡിസ്പ്ലേയിങ് ആൻ ഔട്ട്ലൈൻ ഓഫ് ദ headings in the document. The first heading on the active page is highlighted. ഡോക്യുമെൻറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെയിന് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് വരും. സ്ക്രീനിൻ്റെ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു ഹെഡിങ്ങിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റിലെ ഹെഡിങ്സിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് പേജിൻ്റെ ഫസ്റ്റ് ഹെഡിങ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പിക്ചറിൽ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുള്ള പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് ഈ ഡോക്യുമെൻറ്റ് മാപ്പ്. നെക്സ്റ്റ് ഡിസ്പ്ലേ എ സെപ്പറേറ്റ് പെയിൻ
containing the thumbnails of the documents pages. അപ്പോൾ ഈ തംബ്നെയിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഞാൻ സ്ക്രീനിലൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തംബ്നെയിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ഈ പിക്ചർ ആഡ് ചെയ്തിട്ടുള്ളതിൽ ഒറ്റ ഒരു പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തംബ്നെയിലിൽ ഒറ്റ ഒരു പേജ് മാത്രമേ അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അടുത്ത ഗ്രൂപ്പാണ് സൂം വിൻഡോ ഗ്രൂപ്പ്. സൂം ഗ്രൂപ്പും വിൻഡോ ഗ്രൂപ്പും രണ്ട് ഗ്രൂപ്പ്സാണ്. യു ക്യാൻ യൂസ് അതർ ബട്ടൺസ് ഓൺ ദ വ്യൂ ടാബ് ടു ഡു ദ ഫോളോയിങ്. സൂം ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് ചേഞ്ച് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂം ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. വിൻഡോ എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് അറേഞ്ച് ആൻഡ് വർക്ക് വിത്ത് വിൻഡോസിൻ്റെ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ വർക്കിങ്ങും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോ എന്നുള്ള ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. അടുത്ത ഗ്രൂപ്പാണ് മാക്രോസ് ഗ്രൂപ്പ്. അപ്പം മാക്രോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഓട്ടോമേറ്റഡ് ഇൻപുട്ട് സീക്വൻസസ് ദാറ്റ് ഇമിറ്റേറ്റ് കീ സ്ട്രോക്ക് ഓർ മൗസ് ആക്ഷൻ ഈസ് കോൾഡ് മാക്രോസ്. അപ്പോൾ ഓട്ടോമേറ്റഡ് ഇൻപുട്ട് സീക്വൻസ് ആണ്, അത് കീ സ്ട്രോക്ക് അല്ലെങ്കിൽ മൗസ് ആക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതാണ് മാക്രോസ് എന്ന് പറയുന്നത്. മാക്രോസിൻ്റെ ഫോർമാറ്റ് .docm അല്ലെങ്കിൽ .dotm ആണ്. മാക്രോസ് അടങ്ങിയിട്ടുള്ള ഒരു ഫയലിൻ്റെ ഒരു ഫോർമാറ്റാണ് .docm അല്ലെങ്കിൽ .dotm. ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് sequences of keystrokes and mouse movements can be recorded and reused by using the feature macro. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കീ സ്ട്രോക്സ് അല്ലെങ്കിൽ മൗസ് മൂവ്മെൻറ്റ്സിന് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാക്രോ എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കുന്നത്. വിഷ്വൽ ബേസിക് ഈസ് ദ ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് മാക്രോ പ്രോഗ്രാംസ്. അപ്പോൾ ഈ മാക്രോ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട ലാംഗ്വേജാണ് വിഷ്വൽ ബേസിക്. അപ്പോൾ ഈ ഒരു വ്യൂ ടാബോട് കൂടിയിട്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സീരീസ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.